ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് 8ലധികം ആൾക്കാരാണ് ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നിട്ടുണ്ട്. ഇത് തുടർച്ചയായി തന്നെ ഉത്തർപ്രദേശിൽ നടക്കുന്നതായാണ് വിവരം. അതെന്താണോ, ഹിന്ദു മതത്തിനൊരു പുതിയ ഉണർവാണോ? തീർച്ചയായിട്ടും ഇത് പുതിയ ഉണർവാണോ എന്ന് ചോദിച്ചാൽ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. ഈ മുഗൾ ഭരണകാലത്തും മറ്റുമൊക്കെ ഈ ഭീഷണിക്കും പ്രലോഭനത്തിനുമൊക്കെ വഴങ്ങി മതം മാറിപ്പോയ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ ധാരാളമുണ്ട്. അത് ഈ UP, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, അതുപോലെ തന്നെ ഹരിയാന. ഈ ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ താരതമ്യേന അവരുടെ എണ്ണം കുറവാണ്. കാരണം അവിടെയൊക്കെയുള്ള ഈ രജപുത്രരും അതുപോലെ തന്നെ ഹരിയാന പണ്ട് പഞ്ചാബിൻ്റെ ഭാഗമായിരുന്നു. സിഖുകാരുമൊക്കെ വലിയ തോതിൽ മതപരിവർത്തനം തടഞ്ഞിരുന്നു. പക്ഷേ ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ച സുൽത്താൻമാരൊക്കെ അവർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ മഹാരാഷ്ട്രയിലും അത് വലിയ തോതിൽ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ കാലം മുതൽ അവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. പക്ഷേ ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിൻ്റെ കുറേ ഭാഗങ്ങളിലും ഈവൻ ബംഗാളിൽ പോലും അത് ഒരു പരിധിക്കപ്പുറത്ത് സാധിച്ചില്ല. അവർ വലിയ തോതിൽ അവിടെ എല്ലാ ആൾക്കാരെ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ മതം മാറ്റിയിരുന്നു. അപ്പോൾ ഈ മതം മാറ്റിയെങ്കിലും ഇവരുടെ ചില ആചാരങ്ങൾ കളഞ്ഞില്ല. ഉദാഹരണത്തിന് ഈ രാജസ്ഥാൻ നമ്മുടെ ഡൽഹി ബോർഡറിൽ ആ അതിർത്തിയിലൊക്കെ താമസിക്കുന്ന ചെരുപ്പ് കുത്തികളായിട്ടുള്ളൊരു വിഭാഗമുണ്ട്. ചമാർ, അവർ ആ ജാതി അങ്ങനെയാണ്, ചെരുപ്പ് കുത്തികളാണ്. അവർ പണ്ട് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് 1920കളിൽ അവരെ ഹിന്ദു മതത്തിലേക്ക് വലിയൊരു വിഭാഗം 12,000 കുടുംബങ്ങൾ ഒരുമിച്ച് മാറി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആരാധനാമൂർത്തി ഹനുമാനാണ്. പക്ഷെ അവർ പേരുകൊണ്ട് മുസ്ലിമാണ്, മുസ്ലിമാണ്, പക്ഷെ അവർ ആരാധിക്കുന്നത് ഹനുമാനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും കാണും. കാരണം ഇവർ ഈ പറയുന്നത് പോലെ ഭീഷണിക്കൊക്കെ വഴങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനത്തിനും നിർബന്ധത്തിനും ഒക്കെ വഴങ്ങി മതം മാറും, മുസ്ലിം പേര് സ്വീകരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഇവരുടെ ആരാധന ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഹിന്ദു ദേവത, ഇപ്പോൾ ഹനുമാനാകാം, ചിലപ്പോൾ ഗണപതിയാകാം, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ രീതിയിൽ ആരാധന വളരെ രഹസ്യമായിട്ടൊക്കെ തുടർന്നു വരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ചമാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് 1920കളിൽ സ്വാമി ശ്രദ്ധാനന്ദൻ, അദ്ദേഹമാണ് ഈ ശുദ്ധി പ്രസ്ഥാനം തുടങ്ങി വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം ശുദ്ധി ചെയ്ത് മതം മാറ്റി ഹിന്ദു മതത്തിലേക്ക് ചേർത്തു. അവർക്ക് ഹിന്ദു പേരുകളും കൊടുത്തു. ഇതിനെയാണ് ഘർ വാപ്പസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം ഇതാണ്. അന്ന് ആ സമയത്താണ് ഈ ഘർ വാപ്പസി ആരംഭിക്കുന്നത്, ഈ പറയുന്നത് പോലെ സംഘടിതമായ രീതിയിൽ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വിധത്തിൽ മാറിപ്പോയ ആൾക്കാർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഈ യാഥാസ്ഥിതിക ഹിന്ദുക്കൾ തിരിച്ച് ഈ ഹിന്ദു മതത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അതിനൊരു മാറ്റം വരുന്നത് ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയിലൂടെയാണ്. അദ്ദേഹമാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആ നടപടിക്ക് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി ശ്രദ്ധാനന്ദൻ. അപ്പോൾ ശ്രദ്ധാനന്ദൻ്റെ കാലം മുതൽ ഇത് വലിയ തോതിൽ സംഘടിതമായിട്ട് സംഭവിക്കാൻ തുടങ്ങി. ഇങ്ങനെ കൂട്ടത്തോടെ വരാൻ ഒരു കുടുംബ അംഗങ്ങൾ, ചിലപ്പോൾ പല കുടുംബങ്ങൾ, ഈ ഒരു കുടുംബം തന്നെ വലിയ ശാഖകളൊക്കെ ആയിട്ടായിരിക്കും കഴിയുന്നത്. അപ്പോൾ അവർക്ക് ആ ശാഖകളും ഉപശാഖകളും കാണും, ഒരുപാട് അംഗങ്ങൾ കാണും ആ കുടുംബത്തിൽ. അവർ സ്വാഭാവികമായിട്ടും തിരിച്ചു വരും. അങ്ങനെ അവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഇതിൻ്റെ പേരാണ് ഈ ഘർ വാപ്പസി. അല്ലാതെ ഈ സംഘടിതമായ മതപരിവർത്തനമല്ലാതെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ തിരികെ പ്രവേശിപ്പിക്കുന്നതാണ് ഘർ വാപ്പസി. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഉത്തർപ്രദേശിലെ മധുരയിലെ ജമുനാപൂരിലാണ്. അവിടെ വൃന്ദാവൻ ആശ്രമത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ 8ലധികം പേര് ഇങ്ങനെ വന്നു എന്നാണ് എക്കണോമിക് ടൈംസാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, വാർത്ത പുറത്തു വിട്ടത്. അപ്പോൾ അവരെ ഇതിന് നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാരുണ്ട്. അവർ ഈ യജ്ഞം, ഹോമമൊക്കെ നടത്തി അവരെ അതിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യിച്ച്, അവരെ കൊണ്ട് ഹോമം ചെയ്യിച്ച്, അവരെ കൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച് അവരെ ഹിന്ദു മതത്തിൽ ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ദീക്ഷ കൊടുത്തു. ചടങ്ങുകൾ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വന്നവർ വെളിപ്പെടുത്തിയത് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ എല്ലാവരും ഹിന്ദു മതത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളും കാലങ്ങളായിട്ട് ഞങ്ങളിലുമൊക്കെ ഈ ആചാരം കുറേയൊക്കെ ബാക്കി നിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അല്ല വേണ്ട, ഞങ്ങൾ ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ട് ഹിന്ദു മതത്തിൽ ചേർന്നേക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ അവർ
മടങ്ങി വന്നിരിക്കുകയാണ്. അതിൽ 50കാരനായ സക്കീർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ, അദ്ദേഹമാണ് ആ കുടുംബനാഥൻ, ഗൃഹനാഥൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അദ്ദേഹം പേര് ജഗദീഷ് എന്ന് മാറ്റിയിട്ടുണ്ട്. പണ്ട് ഹിന്ദുക്കളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്, പക്ഷെ മുഗൾ ഭരണകാലത്ത് ഞങ്ങൾ ഇസ്ലാമിലേക്ക് പോയവരാണ്. അതുകൊണ്ട് തിരിച്ചു വരാൻ ഞങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഹിന്ദുമതത്തിൽ പ്രവേശനം വേണം. അതിന് ചടങ്ങുകളൊക്കെ ചെയ്ത് ഈ വൃന്ദാവന ആശ്രമത്തിലെ അധികൃതർ അതൊക്കെ സംഘടിപ്പിച്ചു. ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത് ഉത്തരേന്ത്യയിൽ ഇത് മിക്കവാറും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അവിടെ ഒരു പുതുമയല്ല. നമ്മളിപ്പോൾ നരേന്ദ്രമോദി 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ വലിയ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, മാധ്യമങ്ങളിലൂടെയും മറ്റും വാർത്തയാകുന്നത്. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ഈ പറയുന്നത് പോലെ അതിനു മുമ്പും നരേന്ദ്രമോദി വന്നതിന് ശേഷവും സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ഘർ വാപ്പസ്. ഇതിപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങനെ വരുന്നവർ എത്ര പേരുണ്ട്? മതം മാറിപ്പോകുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറേ കൂടെ എന്താ പറയേണ്ട ആൾക്കാർ നമ്മളീ പറയുന്നത് പോലെ വലിയ ലിബറലാണ്, വലിയ ലിറ്ററസി ഉണ്ട്, വലിയ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മതപരമായ സ്വാതന്ത്ര്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. മറ്റ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അങ്ങനൊരു അവരുടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം എത്ര കണ്ട് ശക്തിമത്തായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, എക്സ് മുസ്ലിംസിൻ്റെ കാര്യം അറിയാം, അവർ നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം അല്ലേ. അവർക്കൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം പലർക്കും നിഷേധിക്കപ്പെട്ട് അവർ വളരെ എന്താ പറയുക എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്കറിയാം. ആരിഫ് ഹുസൈനെയൊക്കെ പോലെയുള്ളവർ നമുക്കറിയുന്നതാണ്. അങ്ങനെ അറിയാത്തവർ വേറെ പലരുമുണ്ട്. എന്തായാലും പക്ഷേ ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു പ്രവണത ഇല്ല എന്ന് തന്നെ പറയാം. ഒരാൾ മതം ഉപേക്ഷിച്ചു, യുക്തിവാദികളായ എത്ര പേര് ഹിന്ദുക്കളുണ്ട്. ഇപ്പോൾ രവിചന്ദ്രൻ സാറ് വലിയ യുക്തിവാദിയാണ്, അദ്ദേഹം നിരീശ്വരവാദിയും കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോട് ആരെങ്കിലും ഏതെങ്കിലും അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തുന്നതോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചതായിട്ടോ ഒന്നും നമുക്കറിവില്ല. അങ്ങനെ ഒരു അനുഭവം ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തെ വിമർശിക്കാം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിക്കാം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തെ, ആ വ്യക്തിയെ ഒഴിവാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ഘർവാപ്പസിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അത്തരം വിവാദങ്ങൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചില മതസംഘടനകളും ഈ ചില തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെയാണ് അത് വലിയ വിവാദമാക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അത് പത്രങ്ങളിലൊക്കെ വാർത്തയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലടക്കം ചോദ്യങ്ങൾ വരും. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ലവ് ജിഹാദ് വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നില്ല. കോടതി നിർദ്ദേശിച്ചത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടനയുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല, അങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ, അതായത് സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് മതം മാറ്റുന്നു. ഒരു ഇസ്ലാം ചെറുപ്പക്കാരൻ ഒരു അമുസ്ലിം പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, പരസ്പരം പ്രണയിക്കുന്നു, പ്രണയത്തിൻ്റെ ഒടുവിൽ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റിയതിന് ശേഷം ഇസ്ലാമിക ആചാരപ്രകാരം വിവാഹം കഴിക്കുന്നു. കാരണം ഇസ്ലാമിൽ അങ്ങനെയാണ്, ഒരു മുസ്ലിം യുവാവിന് ഒരു അമുസ്ലിം യുവതിയെ നേരിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല, അതവർക്ക് ഹറാമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യും, എന്നിട്ട് ഇസ്ലാമിക ആചാരപ്രകാരം വിവാഹം നടത്തും. അപ്പോൾ ഇതാണ്, ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നുണ്ടോ, ഇത് സംഘടിതമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല എന്നാണ്. സംഘടന പ്രവർത്തിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ സംഘടിതമായി ഇത്തരത്തിലുള്ള മതപരിവർത്തനം ധാരാളം നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു, 4000-ലധികം പെൺകുട്ടികൾ ഒരു നിശ്ചിത വർഷത്തിനിടയ്ക്ക്, ഏതാണ്ട് 2006 ശേഷമുള്ള കണക്കാണ് അദ്ദേഹം പറഞ്ഞത്, 2012 വരെ ഏതാണ്ട് 4000-ലധികം പെൺകുട്ടികൾ ഇങ്ങനെ മതം മാറി വിവാഹം ചെയ്തു പോയതായിട്ടുള്ള കണക്കുകളുണ്ട്. കണക്കിൽപ്പെടാത്തത് വേറെ പലതും കാണും, നമ്മൾ അറിയുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഘർ വാപ്പസി അങ്ങനെയുള്ള ഒന്നല്ല. പണ്ട് ഞങ്ങളുടെ പൂർവികർ ഹിന്ദുമതത്തിലായിരുന്നു, ചില കാരണങ്ങൾ നിമിത്തം ഞങ്ങൾ പൂർവികർ ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് പോയി.
ഇപ്പോൾ ഞങ്ങളുടെ തലമുറയായപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ട്, ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു, ഞാൻ തയ്യാറാകുന്നു, ഞങ്ങളെ പ്രവേശിപ്പിക്കണം. അതിന് നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോലും അതിനൊരു ചടങ്ങുണ്ട്. ഇത്തരത്തിൽ ഘർവാപ്പസി നടത്താനുള്ള അനുമതി, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഒക്കെയുള്ള ഇത് ഇവിടെ പോലും ഉണ്ട്. എന്തായാലും ഇതൊക്കെ അത്രയേ ഉള്ളൂ, അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഇതിനില്ല. ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴും അവിടെ നടന്നു എന്നേ ഉള്ളൂ.